ഹലോ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അവിടെ എന്നാ ഉണ്ട്? സ്പേഴ്സിന് നല്ലൊരു നന്നായിട്ട്. ഒന്നൊന്നര സമയമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ച ഡാനിയൽ ലെവിനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് പുള്ളിയുടെ ക്രെഡിറ്റ് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഒന്നുമല്ല. പലരും പറയുന്ന നമ്മുടെ തോമസ് ഫ്രാങ്ക് ഡെൻമാർക്കിൽ നിന്ന് എന്തോ സ്പെഷ്യൽ സാധനമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന അത് പുള്ളി പുള്ളി വീണെന്നൊക്കെ പറയും. ട്വിറ്ററിൽ നോക്കുമ്പോ പുള്ളി ഡാനിയൽ ലീവിനെ കണ്ടവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രെൻഡിങ് ആണ്. ആൾക്കാർ ചോദിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, പുള്ളിനെ ഹോസ്റ്റ് ചെയ്താക്കി വെച്ചിരിക്കുകയാണോ? നെഗോസിയേഷൻ ഒന്നും ഇല്ല, റിലീസ് ക്ലോസ് അങ്ങ് വേയോ ഒന്നും. ഇത് സാധാരണ നമ്മൾ രണ്ടു പ്രാവശ്യം ചോദിച്ച് പിന്നെ പറഞ്ഞു നമുക്ക് ഹൈ പ്രൈസ് ആണ്, നമ്മൾ പിൻവാങ്ങാൻ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരാറുള്ളത്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. എനിക്കൊന്ന് പുള്ളി ഒരു ട്രോഫി അടിച്ചതിന് ശേഷം പുള്ളിക്ക് മനസ്സിലായി ഏതായാലും പുതിയ കോച്ച് വന്ന് അറ്റ്ലീസ്റ്റ് പൈസയുണ്ട്, ടോപ്പ് 4 കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിലേക്ക് അടിച്ചതിന്റെ പൈസയുണ്ട്. ഐ മീൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം സിസ്റ്റം കോച്ചൊക്കെ വന്ന സ്ഥിതിക്ക് പുള്ളീനെ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ സൈനിങ്സ് കുഡൂസ് ആയാലും എനിക്ക് തോന്നുന്നു ഗിബ്സ് വൈറ്റിന്റെ എന്തോ ഇഷ്യൂ നടക്കുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ പുള്ളി പറയുന്നത് എന്തൊക്കെയോ ലീഗൽ ആക്ഷൻ ഒക്കെ ഫോറസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബ്രോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ആ സൈനിങ്? കൊള്ളാവോ ബ്രോ? രണ്ടും നല്ല സൈനിങ് ബ്രോ. രണ്ടും വന്ന ഉടനെ സ്റ്റാർട്ടേഴ്സ് ആവുന്ന സൈനിങ്. അല്ലാതെ ഈ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ ചുമ്മാ യൂറോപ്പിലും അർജന്റീനയിലും ഒക്കെ കയറി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ പോയി 10-12 മില്യൺ വാങ്ങിക്കുക എന്നിട്ടുണ്ട്. അങ്ങനത്തെ സൈനിങ്സ് അല്ല ഇത്. പ്രീമിയർ ലീഗ് പ്രൂവൺ ആയ ടീമിൽ വന്ന ഗ്യാരണ്ടി സ്റ്റാർട്ടേഴ്സ് ആണ്. മോർഗൻ ഗിബ്സ് വൈറ്റ് മാഡിൻസന് വരെ ഒരു അപ്ഗ്രേഡ് ആണ്. മാഡിൻസൺ എപ്പോഴും ഇഞ്ചേർഡ് ആണ്, ഫുൾ ടൈം ഇഞ്ചേർഡ് ആണ്. അഥവാ തന്നെ പിച്ചിൽ ഇറങ്ങിയാലും കൺസിസ്റ്റൻസി ഒരു ഇഷ്യൂ ആണ്. സോ മോർഗൻ ഗിബ്സ് വൈറ്റ് യങ്ങർ ഫ്ലെക്സ്, കുറച്ചുകൂടെ യങ്ങർ ആയിട്ടുള്ള ഫ്രഷർ ആയിട്ടുള്ള ഒരു പ്രൊഫൈല്. അതുപോലെ തന്നെ കുഡൂസ് നമുക്കറിയാം എല്ലാ പ്രീമിയർ ലീഗ് ടോപ്പ് ടീംസും നോട്ടിട്ടിരുന്ന ഒരു പ്ലെയർ ആണ്. സോ അവിടേക്കും ഗ്യാരണ്ടീഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണ്. സോ അറ്റാക്കിംഗ് വൈസ് സോലാങ്കി മേ ബി ഒരു സെന്റർ ഫോർവേഡിനെ കൊണ്ട് നോക്കുന്നതല്ലായിരിക്കും. സോലാങ്കി ലാസ്റ്റ് സീസൺ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നിങ്ങൾ പണ്ടിറക്കിയതാണ്. മേ ബി ട്രസ്റ്റ് ചെയ്യാം ഈ സീസണോടെ തള്ളി നീക്കായിരിക്കും. പക്ഷെ ഈ സീസൺ ഐ തിങ്ക് മേ ബി ഒരു സെന്റർ ഫോർവേഡിനെ കൊണ്ടുവരുവാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിട്ട് തോന്നുന്നുണ്ട്. കുഡുസെസ്കി, കുദൂസ്, ഗിബ്സ് വൈറ്റ്, ബ്രനൻ ജോൺസൺ ക്വാളിറ്റി പ്ലെയർ ആണ്. കുറച്ചുകൂടെ ഒന്ന് കൺസിസ്റ്റന്റ് ആയ ആ ഒരു ബ്രനൻ ജോൺസൺ ക്വാളിറ്റി പ്ലെയർ ആണ്. അതിലൂടെ സോലാങ്കി അത് പ്രട്ടി സോളിഡ് ഫ്രണ്ട് ഫോർ, ഡിഫെൻസീവ്ലി കൊള്ളാം. അവിടെ ഇനി ബാക്കപ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ക്രൊയേഷ്യന്നും അവനെ ഒരു ജാപ്പനീസ് ഇന്റർനാഷണലിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരെങ്ങനെ പോകും നോക്കാം. മേ ബി മിഡ്ഫീൽഡിൽ ഒരു 1-2 അഡീഷണൽ കൊണ്ടുവരുവാണെങ്കിൽ. കാരണം ബിസുമ സാർ അവരുടെ കുഴപ്പം നല്ലതായിട്ട് കളിക്കില്ല എന്നല്ല, പക്ഷെ ഒന്ന് ഇൻകൺസിസ്റ്റൻസി, 2 ഇഞ്ചറി, ഇത് രണ്ടും ഇഷ്യൂ ആണ്. സോ മേ ബി മിഡ്ഫീൽഡിലോട്ട് 1-2 അഡീഷൻസ്. അതെ, നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ആർച്ചി ഗ്രേയും സാറിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ മിഡ്ഫീൽഡ്. കാരണം എല്ലാവരും ഇഞ്ചേർഡ് ആയിരുന്നു. മാഡിസൺ ഇഞ്ചേർഡ് ആയിരുന്നു, ബെൻറ്റങ്കർ ഇല്ല, ആരും ഇല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ പിള്ളേരെ വെച്ചിട്ടാണ് കളിച്ചത്, വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ അത് ഈ സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ സ്ക്വാഡിൽ ഒരു 2 മിഡ്ഫീൽഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പോസിഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ലോ ബ്ലോക്കിനെതിരെയൊക്കെ കളിക്കാൻ പറ്റിയ ഓപ്ഷൻസ് വേണം. ഒരാളെ കൂടി സൈൻ ചെയ്യുന്നു കേൾക്കുന്നു, പക്ഷെ ആരാന്നുള്ളത് അറിയില്ല. ഇപ്പൊ മിഡ്ഫീൽഡിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്ലെയർ കൂടെ വന്ന് 1-2 പ്ലെയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള സ്ക്വാഡ് ഉണ്ട്. എസ്പെഷ്യലി എല്ലാ ഡിഫൻസ് ആയാലും വിങ്ങേഴ്സ് ആയാലും ഫ്രണ്ട് 3 ആയാലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു സ്ക്വാഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ട് ഈ സീസണിൽ പറയുന്നത്. ബ്രോ, അതെ, ഗോൾ കീപ്പർ ശരിക്കും പറഞ്ഞിട്ടുണ്ട് കിങ്സ്റ്റൺ അവിടെ പുള്ളി ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട്. അതുകൂടാതെ വികാരിയോ പിന്നെ പുള്ളി ഇഞ്ചേർഡ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ബ്രോ ഒന്ന് ചോദിക്കണം, ചെൽസി വേഴ്സസ് PSG ഫൈനൽ. PSG തകർത്തടിക്കുകയാണ്. എന്റെ ബ്രോ, റെയിലിനെതിരെയുള്ള കളി കണ്ടപ്പോ നിലം തൊടിച്ചില്ല അവരെ. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചു ഓക്കെ എൻട്രിക്ക് ആ ടീമിനെ മാറ്റിയെടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി മുതൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ നമ്മൾ പണ്ട് ഷാവി ബുസ്കറ്റ് ഒക്കെ വെച്ച് കളിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡ് പോലെയാണ് അവർ വിറ്റീഞ്ഞിനെയും ജാവോ നവാസിനെയും വെച്ചിട്ട് കളിക്കുന്നത്. ഒരു രക്ഷയില്ല. ആ മിഡ്ഫീൽഡിനോട് എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിൻ തന്നെയാണെന്ന് പറയണം. കാരണം അവര് ബോൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, കീ പാസസ് കൊടുക്കുന്നു. ഓപ്പോസിഷൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഡെംബലെ അടിപൊളി ഫോമിലാണ്. റൂയിസ് സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും മറ്റ് ഓപ്ഷൻസ് അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത്. എല്ലാ ഫ്രണ്ടിലും എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഫോമിലൂടെയാണ് PSG പോകുന്നത്. PSG ഒന്നൊന്നര കളി നമ്മൾ ലാസ്റ്റ് സീസൺ 2025 ആയതിനു ശേഷം അവർക്ക് വന്ന മാറ്റം ഒരു ഒന്നൊന്നര മാറ്റമാണ്. അത് ടീം സെറ്റപ്പ് ചെയ്തപ്പോ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞ ഒരു കാര്യമാണ്, പുള്ളിക്ക് മാൻ ഓഫ് 11 റണ്ണേഴ്സ് വേണമെന്ന് കൂടി പറഞ്ഞു. അത് തന്നെ ആ ടീം ഒപ്പിച്ചു കൊടുത്തു.
പ്രോപ്പർ ആയിട്ടുള്ള സൈനിങ്ങുകളുണ്ട്. ഇപ്പം ബ്രോ ശ്രദ്ധിക്കണോ, നമ്മള് ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, ഇതാണ് റൊട്ടേഷൻ, അതെല്ലാം ശരിയാണ്. ഇപ്പം PSG ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ലോകത്ത് എല്ലാ ടീമിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് പിച്ചിൽ ഇറങ്ങിയ 11 പ്ലേയേഴ്സ് ഓഫ് റയൽ മാഡ്രിഡ് PSG തന്നെ മുട്ടാൻ പറ്റുന്ന, മേ ബി അവരെക്കാളും ഓൺ പേപ്പർ അതാ നമ്മൾ നെയിം പറയുമ്പോഴേക്കും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ്. എംബാപ്പെ, വിനീഷ്യസ് ജൂനിയറും, ജൂഡ് ബെല്ലിംഗമും, വാൽവേർഡെ, ഇതെല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. മാൻ ടു മാൻ നോക്കാനാണ് PSG നിൽക്കുന്ന എല്ലാ ടീമുകളും. വാട്ട് മേക്സ് PSG സ്പെഷ്യൽ? ഒന്ന് റൊട്ടേഷൻ, പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പൊസിഷൻസ് കവർ ചെയ്യുക. വിറ്റീന, ഹക്കീമി മിക്കപ്പോഴും ആവറേജ് പൊസിഷൻ ഹയർ അപ്പ് പിച്ചസ് ആണ്. ഒരു സെന്റർ ഫോർവേഡ് റോളിൽ ചിലപ്പോൾ നിൽക്കുന്നതാണ്. വിറ്റീന അവിടെ കവർ കൊടുക്കും, ജാവനവസ് അവിടെ നിന്ന് റൈറ്റ് ബാക്ക് പുള്ളിയുടെ ഏരിയ കവർ കൊടുക്കും. എവിടെ സ്പേസ് തന്നെ ടീംമേറ്റ്സ് മൂവ് നടത്തുന്ന അങ്ങോട്ടേക്ക് അവർ കവർ കൊടുക്കും. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് നല്ലവരുണ്ട് എങ്ങനെ കവർ കൊടുക്കണം എന്നുള്ള കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, അവരെ ഏറ്റവും ബെസ്റ്റ് ടീം ഇൻ യൂറോപ്പ് ആക്കുന്ന അവർ പ്രസിംഗ് ആണ്. ഗോൾ കീപ്പർ ഒപ്പോണന്റിന്റെ ഗോൾ കിക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ ഡെമ്പലിന്റെയും ഡെസർട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അടിച്ചിടുക, ഞങ്ങൾ ഇപ്പൊ വരാൻ നിൽക്കുന്നത് ഈ വേട്ടയ്ക്ക് നിൽക്കുന്ന, അത് നമ്മുടെ ട്രോളിലൊക്കെ കാണാം. സത്യമാണ്. അത് കഴിഞ്ഞ മാച്ചിൽ തന്നെ എത്ര ഇൻസ്റ്റൻസുകളുണ്ട്. ഇപ്പം മാൻ ടു മാൻ പ്രസിംഗ് ആണ് ചാവി അലോൺസോ ചെയ്തത്. ചാവി അലോൺസോ മാൻ ടു മാൻ പ്രസ് ചെയ്തപ്പോഴേക്കും ഇനീഷ്യൽ ലൈൻ ഓഫ് ആ ഒരു മാൻ ടു മാൻ പ്രസിംഗ് പോകുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്താൽ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയറും ഡ്രോപ്പ് ചെയ്യുന്നില്ല. അത് മറ്റേ ടീംമേറ്റ്സിന് എല്ലാം അവരുടെ മാത്രം ഇഷ്യൂ എന്നല്ല, കംപ്ലീറ്റ് ടീമിന്റെ ഇഷ്യൂ, ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും എല്ലാ ഇഷ്യൂ ഉണ്ട്. പക്ഷെ എംബാപ്പെ, മിനിയും ബോൾ കടന്നാൽ പിന്നെ അവർ അവിടെ നിൽക്കുക. അതേസമയത്ത് ഡെമ്പലെയും കവറസ്കേലിയും ഈവനി റയൽ മാഡ്രിഡ് അവരുടെ പ്രസ് ബീറ്റ് ചെയ്ത് പോയാലും അവർ റണ്ണിങ് നിർത്തുന്നതാണ്, അവർ ട്രാക്ക് ബാക്ക് ചെയ്യുക. കാരണം ഈ ഇൻസ്റ്റൻസ് കവറസ്കേലിയ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ റയൽ അറ്റാക്ക് ചെയ്യുകയാണ്, ലെഫ്റ്റിൽ എംബാപ്പെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആ ഫ്രണ്ടിൽ പ്രസ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കവറസ്കേലിയ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുവാണ്. എംബാപ്പയിലോട്ട് ലിഫ്റ്റിലോട്ട് ബോൾ സ്വിച്ച് ചെയ്യുമ്പോഴേക്കും കവറസ്കേലിയ എംബാപ്പയുടെ ഒപ്പമുണ്ട്. അതായത് അവിടെ ഫ്രണ്ടിൽ ബോൾ നോക്കി നിൽക്കുമല്ലോ, ആൾ വരുവാണ്. അതേസമയത്ത് എംബാപ്പെ, മിനിയും അവിടെ നോക്കി നിൽക്കുകയാണ്. സോ ഇന്നത്തെ മോഡേൺ ഫുട്ബോളിൽ ആ ഒരു പ്രസിംഗ് മോൺസ്റ്റേഴ്സിന്റെ ടീമാണ്. 11 മെമ്പേഴ്സും ഈവൻ ഇൻക്ലൂഡിംഗ് ഗോൾ കീപ്പർ എല്ലാവരും നോക്കുവാണെങ്കിൽ ഒരു പ്രസിംഗ് മോൺസ്റ്റർ. സിമ്പിൾ ബേസിക് ഇത്രേ ഉള്ളൂ, പ്രസിംഗ് ഇന്റൻസിറ്റി ആൻഡ് ആവറേജ് പൊസിഷൻ ചെയ്യാനായിട്ടുള്ള അബിലിറ്റി. ഇത് രണ്ടുമാണ് PSG വേൾഡ് എല്ലാ ടീമിൽ നിന്നും വ്യത്യസ്തമാണ്. അതെ ബ്രോ, ഒന്ന് ചെൽസിയിലേക്ക് പോകേണ്ടതുണ്ട്. ചെൽസി, എനിക്ക് തോന്നുന്നു ചെൽസിയും ആർസണലായിട്ട് ഒരു ഹിഡൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. നമ്മുടെ ഇവിടെ ഗ്രൂപ്പിലൊക്കെ അത് നിങ്ങളോട് ചോദിക്കുന്നേ. നിങ്ങളെ സ്പേഴ്സ് എല്ലാം ലണ്ടൻ റൈവൽസ് ആണ്. ശരിക്കും ഇത് ലണ്ടൻ റൈവൽസ് ആണ്, എനിക്കറിയത്തില്ല. കാരണം മാഡിയോയ്ക്ക് വേണ്ടി ആരും ഇല്ലായിരുന്നു റേസിൽ, ഒന്നും കേട്ടുന്നില്ല. ഒരു 20-25-30 മില്യൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ അവർക്ക് ഒരു പ്ലെയർ വേണം. ഒരു 25 മില്യൺ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ല. 50 മില്യൺ ഒക്കെ കൊടുത്തിട്ട് പുള്ളിനെ വാങ്ങിക്കണം. അവർക്കൊരു സ്ട്രൈക്കറാണ് വേണ്ടത്. ഒരു 20 മില്യൺ കൂടി കൊടുത്താൽ ഓഷിമാൻ അവിടുന്ന് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്ത് കൊണ്ടുവരും. അവർക്ക് വേണ്ട ഒരു സ്ട്രൈക്കറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ കായബേർട്സിനെ മേടിച്ചു, അതിനുശേഷം സ്റ്റേർലിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഹിസൂസിനെ വേറൊരു ടീമിൽ നിന്ന് കൊണ്ടുവന്നു. ഇവരൊക്കെ ഒരു ട്രാക്കർ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആർസണലിൽ കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് ഇഞ്ചുറി ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്ത പൈസേനെ ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺവേർഷൻ ഇല്ല. ഇതിപ്പോ ആർട്ടറ്റയുടെ ഡിസിഷൻ ആണോ അല്ലെങ്കിൽ ബോർഡിന്റെ ഡിസിഷൻ ആണോ എന്ന് അറിയില്ല. വീണ്ടും അവർ ചെൽസി പോയിട്ട് പ്ലെയറെ മേടിച്ചു. അതുകൊണ്ട് തന്നെ ആർസണൽ ഫാൻസ് ഞാൻ ഇന്നലെ സംസാരിച്ചൊക്കെ വൻ കലിപ്പിലാണ്. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണാം, എല്ലാ ഈ ഇൻഫ്ലുവൻസേഴ്സും ആർസണൽ ഇൻഫ്ലുവൻസേഴ്സും AFTVയുടെ പുള്ളിയൊക്കെ എടുത്തിട്ട് കയറുന്നു. അതെ അതെ. അപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ അവരുടെ ഒരു എന്താണ് ഇതിന് പിന്നിലെ ലോജിക്ക്. ഒരു വിങ്ങറിനെ കൊണ്ടുവരാൻ അവിടെ എന്താണ് വിങ്ങേഴ്സിന് ഇത്രയ്ക്കും ഇപ്പൊ ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മള് സാക്കൊക്കെ കൊണ്ടുവരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ അല്ലല്ലോ വേണ്ടത് പ്രയോറിറ്റി. അവരുടെ മെയിൻ പ്രശ്നം സ്ട്രൈക്കറാണ്. ഞാൻ വെച്ച് സ്ട്രൈക്കർ വാങ്ങിക്കുന്നു വിചാരിച്ചു, പക്ഷെ സ്ട്രൈക്കർ ആണെങ്കിൽ ഇപ്പൊ യോക്രേഷ് ഇപ്പോഴും ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഷിമാൻ ആണെങ്കിൽ ഗലാറ്റസറായിൽ സൈൻ ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു. ഇപ്പൊ വേറെ അവൈലബിൾ ഓപ്ഷൻ ഇല്ല. അല്ല, അത് ആർസണൽ ഈ ഒരു സൈനിങ് എനിക്ക് ഓക്കെ ബ്രോ മാഡോയ്ക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷൻ, ഓക്കെ ഗുഡ് ഓപ്ഷൻ, നല്ല പ്ലെയർ. മാഡോയ്ക്ക് മോശം പ്ലെയർ ആണ്, മോശം പ്ലെയർ എന്നല്ല, ചെൽസി വിടുന്നതിന് ഒരു റീസൺ ഉണ്ട്. അപ്പം വലിയ പ്ലെയർ മോശമൊന്നും എനിക്ക് ആകപ്പാട് ഒരു പേടി ഇത്രയും നെഗറ്റിവിറ്റി പ്ലെയറിലോട്ട് പോകാറില്ല. കാരണം അവരുടെ ബോർഡ് കാണിച്ചപ്പോ പൈസ കൊടുത്ത ബോർഡാണ്, പ്ലെയർ അല്ല ഫോഴ്സ് ചെയ്ത പൈസ പ്ലെയർ ആണ്. സോ പ്ലെയർ പിച്ചിൽ ഇറങ്ങുമ്പോൾ ആർസണൽ ഫാൻസ് പ്ലെയറിനെ 100% സപ്പോർട്ട് ചെയ്യുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്ലെയറിനെ അഗേൻസ്റ്റ് ഒരു ഇത് അജണ്ടയെ വെച്ച് പറയല്ല. ചെൽസി ജാവോ പെട്രോനെ സൈൻ ചെയ്ത് ഓൾമോസ്റ്റ് സിമിലർ ഫീസിലാണ്, ഗിറ്റൻസിനെ സൈൻ ചെയ്ത് ഓൾമോസ്റ്റ് സിമിലർ ഫീസിലാണ്. സോ ചെൽസി ജാവോ പെട്രോനെയും ഗിറ്റൻസിനെ റൈറ്റ് നോ മാഡ്വിക്കിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന രണ്ട് പ്രൊഫൈലുകളെ ഓൾമോസ്റ്റ് ഇതിനേക്കാൾ ഒരു 5 മില്യൺ പൗണ്ട്സ് കൂടുതലിട്ട് വാങ്ങിച്ചു. സോ മാഡ്വിക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫീസ് പോയി ആർസണൽ കൊടുക്കുന്നു. സോ ഇവിടെ എന്ത് പ്രോപ്പർ നെഗോഷിയേഷനാണ് നടന്നതെന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് ചെൽസിക്ക് UEFA റിപ്പോർട്ട് പ്രകാരം 60 മില്യൺ പൗണ്ട്സ് സെയിൽസിലൂടെ റേസ് ചെയ്യണമെന്ന് UEFA പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ഈ വർഷം യുഎഫ കോമ്പറ്റീഷൻസ് പ്ലേയേഴ്സിനെ പലരും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ള രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. സോ ഓൾറെഡി ചെൽസി പ്രഷറിലാണ്, അവർക്ക് സെയിൽ നടത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും സെയിലിലൂടെ 60 മില്യൺ എന്നാണ് കേട്ട റിപ്പോർട്ട്. ഈ ക്ലബ് വേൾഡ് കപ്പ് റവന്യൂ വരുമ്പോഴേക്കും അത് വേണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ ചെൽസിക്ക് സെയിൽ നടത്തിയേ പറ്റും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പവർ ആർസണലിന്റെ കയ്യിലാണ്. ആർസണലിന് മാഡ്വേക്ക് അബ്സല്യൂട്ട്ലി മസ്റ്റും അല്ല. സോ എന്തിന് ചെൽസി ഫസ്റ്റ് ഏതാണ്ട് 60 മില്യൺ പൗണ്ട്സിന് അടുത്താണ് ഡിമാൻഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ആഡ് ഓൺസ് ഉൾപ്പെടെ അതിനടുത്ത് ഇവർ പേ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് നെഗോഷിയേഷൻ നീണ്ടുപോയില്ല? ഈ വിക്ടർ ജോക്കറസിന്റെ നെഗോഷിയേഷൻ ഒരു 5 മില്യൺ 10 മില്യൺ യൂറോസിന്റെ പേരിൽ നീണ്ടു പോവാണ്. അതേ സമയത്ത് ഈ മാഡ്വേക്കയുടെ നെഗോഷിയേഷൻ എൻ്റർ ആവുന്നതും കണ്ടു. ഫൈനലിൽ രണ്ടുപേരും കൊണ്ട് 2-3 ദിവസം കൊണ്ട് കാര്യങ്ങൾ അഗ്രി ചെയ്യുന്നതും കണ്ടു. സോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചെൽസിക്ക് വിറ്റേ പറ്റും. നെഗോഷിയേറ്റ് ചെയ്ത് ഈ 50ന്റെ സ്ഥാനത്ത് 40 ആക്കാം, അല്ലെ 35 ആക്കാം. സോ അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. സോ പ്ലെയർ വന്നിട്ട് മേ ബി ഒരു 10, 15, 20 ഗോൾ അടിച്ച് നമ്മൾ ഈ പറയുന്ന എല്ലാം മാറ്റാം. പക്ഷെ എന്നാലും റൈറ്റ് നൗ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡ്വേക്ക് 50 മില്യൺ പൗണ്ട്സ് ഉണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. ഞാൻ ഒന്ന് യുണൈറ്റഡിലേക്ക് പോവാണ് ബ്രോ. അവര് ആകെയുള്ള ന്യൂസ് കേൾക്കുന്ന എംബൂമോ ഇന്ന് വരും നാളെ വരും, എല്ലാ ദിവസവും കേൾക്കുന്നത് അടുത്ത അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി, അതിന്റെ അടുത്ത അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി. ഇത് എവിടെ എത്തി എന്നുള്ളത് ഒരു പിടുത്തമില്ല. എന്താണ് ബ്രോ പ്രശ്നം? ഈ യുണൈറ്റഡ് അടുത്ത് പൈസ ഇല്ലേ, അല്ലെങ്കിൽ അവർ പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ലേ? എവിടെയാണ് പ്രശ്നം ബ്രോയുടെ അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നു പൈസ PSR ഇഷ്യൂ അവർക്ക് ഉള്ളതായിട്ട് ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ജിം റാറ്റ്ക്ലിഫ് ഫണ്ടിന് പൈസ ഇറക്കാൻ മടിയായതുകൊണ്ടാണ്. കാരണം 70 മില്യൺ പൗണ്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 62.5 വരെ ചെന്നിട്ടുണ്ട്. അതിന് മേളിലോട്ട് അവർ 70 തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെൻഫോർഡിന് ഇപ്പം വിൽക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, എംബൂമ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെല്ലാം ശരിയാണ്. പക്ഷെ 70 തന്നെ അവർ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം വിഷയം വരാൻ പോകുന്ന പറഞ്ഞാൽ ഈ അവസാനം 70 പേ ചെയ്ത് കൊണ്ടുവരുമായിരിക്കും. പക്ഷെ ഇത്രയും ഡ്രാഗ് ചെയ്ത് എന്തിനു കൊണ്ടുപോയി? മേ ബി അത് ടാർഗറ്റ്സിലോട്ട് പൊക്കോടായിരുന്നു. പ്രീ സീസൺ 19 തുടങ്ങും യുണൈറ്റഡിന്റെ പ്രീ സീസൺ മതി. എനിക്ക് യുണൈറ്റഡിന്റെ അറ്റാക്കേഴ്സിൽ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ യുണൈറ്റഡ് അവരുടെ ബിഗ്ഗസ്റ്റ് കൺസേണിങ് ഏരിയ ആയ മിഡ്ഫീൽഡ് ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. മേ ബി എംബൂമോ ഡീലിന് വേണ്ടി ഡ്രാഗ് ചെയ്ത് മിഡ്ഫീൽഡേഴ്സിന്റെ പ്രൊഫൈൽസിലോട്ട് ഇനി വേറെ എല്ലാം കണ്ടുവച്ചിട്ടുണ്ടോ? എംബൂമോ ഡീൽ ഫൈനലൈസ് ചെയ്ത് പെട്ടെന്ന് അത് മിഡ്ഫീൽഡേഴ്സിലോട്ട് എൻ്റർ ആവാം, ഇല്ലാന്നല്ല. പക്ഷെ റൈറ്റ് നൗ യുണൈറ്റഡുമായിട്ട് സീരിയസ്ലി ഒരു മിഡ്ഫീൽഡർ അങ്ങനെ ലിങ്ക്ഡ് ആയി വരുന്നില്ല. സോ യുണൈറ്റഡ് വേണ്ട ബ്രെൻഫോർഡ് 70 മില്യൺ പൗണ്ട്സ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പേ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിലോട്ട് പോവുക, അല്ലെങ്കിൽ ആ പേ ചെയ്യാനായിട്ടാണെങ്കിൽ അത് പേ ചെയ്ത് കാര്യം ഡണ്ണാക്കിയിട്ട് അടുത്ത ടാർഗറ്റിലോട്ട് പോകുക. അതാണ് എല്ലാ യുണൈറ്റഡ് ഫാൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ എനിക്ക് എംബൂമോ ഡീൽ നടത്തുന്നതിൽ ഒരു ഈസ് റിയലി ഗുഡ്. ആ സീസൺ സലയും ഇസാക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത പ്രീമിയർ ലീഗ് പ്ലെയർ ആണ്. ഇവൻ പുള്ളിയുടെ പകുതി ഗോൾസ് പോലും സ്കോർ ചെയ്യാത്ത പ്ലേയേഴ്സിന് 55-60 മില്യൺ പൗണ്ട്സ് കിട്ടുന്നുണ്ട്. സോ എംബൂമോ 70 മില്യൺ പൗണ്ട്സ് യുണൈറ്റഡ് പേ ചെയ്യുവാണെങ്കിൽ ഓവർ പേ അല്ല, ഫെയർ പ്രൈസ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം പ്രീമിയർ ലീഗ് 20 ഗോൾസോളം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു പ്ലെയർ, ഇഞ്ചുറി റെക്കോർഡ് ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്ലെയർ. സോ എംബൂമോ പോലത്തെ ഒരു പ്ലെയറിന് 70 മില്യൺ പൗണ്ട്സ് കൊടുക്കുന്ന ഞാൻ ഒരിക്കലും ഒരു കുറ്റവും പറയത്തില്ല. ഫെയർ പ്രൈസ്, മേ ബി ഈവൻ സ്റ്റീൽ എന്ന് വേണേൽ ചിലർ ആർഗ്യൂ, അതും ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും. സോ പേ ചെയ്യുക, എടുക്കുക, അടുത്ത പ്രൊഫൈൽസിലോട്ട് പോകുക. എനിക്ക് യുണൈറ്റഡിന്റെ ഏറ്റവും കൺസേണിങ് മിഡ്ഫീൽഡാണ്. യുണൈറ്റഡ് ലാസ്റ്റ് സീസണിലെ മിഡ്ഫീൽഡ് വെച്ചാണ് ഈ സീസൺ പോകാൻ പ്ലാനെങ്കിൽ ടോപ്പ് 4ന്റെ കാര്യം വിട്ടേക്ക്, ഒരു ട്രോഫി അടിക്കുന്ന കാര്യം വിട്ടേക്ക്. അവർ മിഡ്ഫീൽഡ് അഡീഷൻ ഇല്ലാതെ യുണൈറ്റഡ് ആലോചിക്കാൻ കൂടെ പോയി. ഞാൻ പ്രീ സീസൺ തുടങ്ങുവാണ്. പ്രീ സീസൺ റൂബൻ അമോറിമിന് അവരുടെ കോർ ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് നടത്തേണ്ട സൈനിങ്സ് 2 കൊണ്ടുവന്നിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 3 മാച്ചേലും പുള്ളിക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആ മിഡ്ഫീൽഡ് കിട്ടിയിരിക്കുക. അതെ ബ്രോ, അവിടെ യുണൈറ്റഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻജോ, ആന്റണി, ഗർനാച്ചോ, ഹോയ്ലൻഡ്, ഈ 4 പേരുടെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി, ഇൻക്ലൂഡിംഗ് റാഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് പോകുന്നു പറയുന്നു. പക്ഷെ അത് കൺഫർമേഷൻ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ആയി. അതെ, അത് ഒരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് ആണ്. പക്ഷെ സാൻജോയുടെ കാര്യം ഇപ്പോൾ പേ കട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പുള്ളിനെ ലോണിലൂടെ ഡോർമണ്ടിലേക്കോ വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് അയക്കണം. ആന്റണി റിയൽ ബെറ്റിസ് തന്നെ തുടരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല. ഗർനാച്ചോ ഇതേപോലെ തന്നെ പുള്ളിക്ക് പ്രീമിയർ ലീഗ് നിൽക്കണമെന്നുണ്ട്, മറ്റ് സിരിയയിലേക്ക് പോകുന്ന പുള്ളിക്ക് താല്പര്യമില്ലാന്ന് കേൾക്കുന്നത്. ഇങ്ങനെ ഈ ഹോയ്ലാൻഡ് പറയുന്നത് പുള്ളിക്ക് ഈ സീസൺ കൂടെ യുണൈറ്റഡിൽ നിൽക്കണം. ഇങ്ങനെ ഈ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 70-80 മില്യൺ ഒക്കെ കൊടുത്ത് വാങ്ങിച്ച ഒരു 4-5 പ്ലേയേഴ്സിന്റെ കാര്യം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-15 മില്യൺ ഒക്കെ വെക്കേണ്ട സിറ്റുവേഷൻ ആണ്. മേ ബി 30 മില്യൺ ഒക്കെ കിട്ടുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ലോസ് കട്ട് ഡൗൺ ചെയ്യണോ, അല്ലെങ്കിൽ ഈ പ്ലെയറിനെ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം? ബ്രോയുടെ അപ്പറ്റിൽ എന്തായിരിക്കും യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഓപ്ഷൻ? ബ്രോ, എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. കാരണം റൂബൻ അമോറിയം ആണ് കോച്ചെങ്കിൽ ഇവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടായിരിക്കും. റൂബൻ അമോറിയം ആണ് ഈ സീസൺ ഫുൾ കോച്ചായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവരെ ഗർനാച്ചോ, റാഷ്ഫോർഡ് ഇവരൊന്നും പുള്ളിയുടെ പ്ലാനിലില്ലെന്ന് ഓപ്പൺലി പറഞ്ഞതാണ്. സോ ഇവര് തിരിച്ച് ആ ടീമിലോട്ട് വരുന്നു. ഗർനാച്ചോയ്ക്ക് സാൻജോ ഇവരൊന്നും പുള്ളിയുടെ പ്ലാനിലേ ഇല്ല. സോ ഗർനാച്ചോയ്ക്ക് 40 മില്യൺ വരെ കൊടുക്കാനായിട്ട് ക്ലബ്ബുകൾ റെഡിയാണ്. യുണൈറ്റഡ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഷ്ഫോർഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ലോൺ എടുക്കാനായിട്ട് ബാർസ റെഡിയാണെന്ന്
അതുപോലെ തന്നെ സാൻജോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സാൻജോ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നില്ല. അപ്പൊ 25 മില്യൺ പൗണ്ട്സ് അല്ല, അതിൽ കുറവേ യുവന്റസ് കൊടുക്കുന്നുള്ളൂ. സോ യുണൈറ്റഡ് ഇപ്പൊ ഹാസ് ടു മേക്ക് എ ചോയ്സ്. ഇത് മൂന്നിലും ഗർണാച്ചോയും റാഷ്ഫോർഡും കിട്ടുന്നത് എന്ത് ഫുള്ള് പ്രോഫിറ്റ് ആണ്. സമയത്ത് സാൻജോയുടെ കാര്യത്തിലോട്ടും ആന്റണിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ലോസ് എന്തായാലും റെക്കോർഡ് ചെയ്യേണ്ടി വരും. സോ വിൽക്കാനാണ് പ്ലാനെങ്കിൽ കിട്ടുന്നേ വിറ്റ് ഒഴിവാക്കുക, അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇപ്പൊ യുണൈറ്റഡിന്റെ ഒരു കുഴപ്പമെന്നത് ഈ സെയിം സിറ്റുവേഷൻ ഞങ്ങൾ ബാർസയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശരിക്കും നേരിട്ടു. ഇപ്പം കുറച്ച് ബെറ്റർ ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല, വിൽക്കേണ്ടത് യുണൈറ്റഡിന്റെ ആവശ്യമാണെന്നറിയാം. ഞങ്ങൾക്കും അതായത് ഫൈനാൻഷ്യൽ എഫക്ട് ഇഷ്യൂ ആണ്. അപ്പം വിൽക്കേണ്ടത് ബാർസയുടെ ആവശ്യം. സോ അവർക്കറിയാം നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഗെയിം കളിക്കാം, അവർക്ക് വിറ്റേ പറ്റും. നമുക്കൊരു സ്ഥലം വിറ്റേ പറ്റൂ എന്നാണെങ്കിൽ ഇപ്പൊ സ്ഥലത്തിന് സെന്റിന് 10 ലക്ഷം രൂപയാണ് മാർക്കറ്റ് വാല്യൂ എങ്കിൽ, പക്ഷെ അവന് വിൽക്കണം, അവൻ അത്യാവശ്യക്കാരനാണ്. അത് ആ സ്ഥലം വിറ്റാലേ അവന് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മള് അറിയാം അവൻ 10 ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിലും അവൻ ചിലപ്പോൾ 6 ലക്ഷത്തിന് സ്ഥലം വെയിറ്റ് ചെയ്യാം. മേ ബി അവന് ഒരു ഡെഡ് ലൈൻ ഉണ്ടോ, അതിനകം ആ ഫണ്ട് റേസ് ചെയ്തില്ലെങ്കിൽ അവന് പണി വാങ്ങും. അപ്പൊ ആ ഡെഡ് ലൈൻ ആവാനായിട്ട് ക്ലബ്ബുകൾ വെയിറ്റ് ചെയ്യും. അവസാനം കിട്ടുന്നതിന് വിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു തലവേദന വരും. അതേ സമയത്ത് മറ്റേതാണ് ആ സ്ഥലം എനിക്ക് കിട്ടിയേ പറ്റൂ, മാർക്കറ്റ് വാല്യൂ 10 ലക്ഷമാണ്, അവൻ ആ വിൽക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് ആ സ്ഥലം കിട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള ഞാൻ ചിലപ്പോൾ 12 ലക്ഷം കൊടുത്തെടുക്കും. ആ ഒരു സിറ്റുവേഷൻ ആണ് മറ്റു ക്ലബ്ബുകൾക്കുള്ളത്. ഓക്കെ, ആ പ്ലെയറിന്റെ മാർക്കറ്റ് വാല്യൂ 30 മില്യൺ ആയിരിക്കും, അല്ല 50 മില്യൺ ആയിരിക്കും, പക്ഷെ 70 മില്യൺ കൊടുത്ത് എടുക്കേണ്ടി വരും. നമ്മുടെ ആവശ്യമാണ്. സോ ഇവിടെ നേരെ തിരിച്ചായി ഇപ്പൊ യുണൈറ്റഡിന്റെ അവസ്ഥ. അത് തന്നെയാണ് ബാർസയും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കിട്ടുന്നതിന് അവസാനം തരും, യുണൈറ്റഡ് വിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മിക്ക ക്ലബ്ബുകളും നിൽക്കുന്നത്. പവർ യുണൈറ്റഡിന്റെ കയ്യിലല്ല, നെഗോസിയേഷൻ വരുന്ന മറ്റ് ക്ലബിന്റെ കയ്യിലാണ്. അതാണ് ഇഷ്ടം. ഓക്കെ ബ്രോ, ഞാനൊന്ന് ലിവർപൂളിന്റെ കാര്യത്തിലേക്ക് പോകണം. അവര് ഓൾമോസ്റ്റ് സൈനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി, ഗുഹയെ ഡിഫൻസിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു ഡിസ്കഷൻ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം വാൻഡേക്ക്, കൊണാട്ടെ അവര് രണ്ടുപേരും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. വാൻഡേക്കിന്റെ ഏജ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഒരു സീസണിൽ ഈ 38 മത്സരങ്ങൾ പ്ലസ് ഡൊമസ്റ്റിക് കപ്പ് ഇതൊക്കെ കളിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അവർക്ക് റൊട്ടേഷൻ കിട്ടിയേ പറ്റൂ. കൊണാട്ടയുടെ ഇഞ്ചുറി കൺസേൺസും ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് വരേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം സ്കോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ക്രൂഷ്യലാണ്. ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ സീസൺ, ഈ സമ്മറിൽ ഗോയ്ക്ക് വാങ്ങാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ടോ? അല്ല, അവര് സെന്റർ ബാക്ക് മസ്റ്റ് അഡീഷൻ ആണ്. അത് ഈവൻ ഇഞ്ചറി വാണ്ടേക്കിനും കൊണാട്ടയ്ക്കും ഇല്ലേലും മസ്റ്റ് ആണ്. കാരണം ഓൾറെഡി ക്വാൻഷോനെ അവർ വിറ്റു ഫണ്ട് റേസ് ചെയ്തു. ഈവൻ ക്വാൻഷോ ഉണ്ടായിരുന്നപ്പോഴും ക്വാൻഷ ഗോമസ് അല്ലാതെ ഒരു ബാക്കപ്പ് സെന്റർ ബാക്ക് ഓപ്ഷൻസ് ഇല്ല. സോ വാണ്ടേക്ക് കൊണാട്ടയുടെ കാര്യത്തിൽ റിപ്പോർട്ട് വരുമ്പോഴേക്ക് ഇഞ്ചറി പ്രോൺ ഉണ്ട്. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇപ്പൊ അവരവിടെ ഉണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റിക്ക് അവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന സെന്റർ ബാക്കാണ്. സോ ഗുയിയുടെ കാര്യത്തിൽ കേൾക്കുന്നത് പുള്ളിക്ക് 1 year ഉള്ളൂ കോൺട്രാക്റ്റിൽ. പക്ഷെ അവർ ഡിമാൻഡ് ചെയ്യുന്നത് 50 മില്യൺ ആണ്. 50 മില്യൺ ഇവര് 30 വരെ കൊടുക്കാൻ കഴിയാണെന്ന് കേൾക്കുന്നു. സോ എനിക്ക് ലിവർപൂളിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവരെന്തായാലും ഓൾട്ടർനേറ്റീവ്സിനെ നോക്കിയിട്ടുണ്ടായിരിക്കും. സോ ഗുയിനെ അഥവാ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കുമായിരിക്കും. ന്യൂകാസിൽ യുണൈറ്റഡ് ഗുയി ഡീൽ എക്സ്പ്ലോർ ചെയ്യുന്നു കേൾക്കുന്നു. സോ ലെറ്റ്സ് സീ, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൊണാട്ടയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കൊണാട്ട ഇതുവരെ കോൺട്രാക്ട് റിന്യൂ 2026 ഫ്രീ ഏജന്റ്. റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് പുള്ളി റയലുമായിട്ട് ടേംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഇയർ റയൽ മാഡ്രിഡ് ഫ്രീ ഏജന്റ് ആയിട്ട് ജോയിൻ ചെയ്യാനാണ് താരത്തിന്റെ പ്ലാൻ. ലിവർപൂളിന്റെ കോൺട്രാക്ട് പ്രപ്പോസൽസ് എല്ലാം പുള്ളി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ സീസൺ കൊണാട്ടേനെ എന്തുമാത്രം കമ്മിറ്റഡ് ആയിരിക്കും, കൊണാട്ടേനെ വെച്ച് 100% ലിവർപൂളിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോയുടെ എന്താ പറയാ തുടങ്ങുന്നതിന് എൻഡ് ആവുന്നതിന് മുമ്പ് പുള്ളി കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ലെങ്കിൽ മേ ബി കൊണാട്ടേനെ വിൽക്കാൻ വരെ ലിവർപൂൾ റെഡിയാന്ന് കേൾക്കും. സോ അങ്ങനെ വരുമ്പോഴേക്കും 1 അല്ല 2 3 അഡീഷൻസ് ബാക്കിൽ കൊണ്ടുവരേണ്ട ആവശ്യം വരും. സോ ഐ തിങ്ക് ലിവർപൂൾ അഡീഷൻ കാണും. ഇപ്പൊ എക്കിറ്റിക്ക് ലിങ്സ് ഇസാക്ക് ഡീൽ കിട്ടത്തില്ല, ഇസാക്ക് തുടരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് എക്കിറ്റിക്കടിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഡിഫൻഡേഴ്സിൽ എന്തായാലും സൈനിങ് കാണും. അത് ഇവൻ കൊണാട്ടെ പോയാലും ഇല്ലെങ്കിലും ഡിഫൻസിലോട്ട് എന്തെങ്കിലും ഒരു സൈനിങ് ആണ്. അത് ഗുയി ആവാനാണ് ഇപ്പം സാധ്യത കൂടുതൽ. പക്ഷെ വേറെ ഓപ്ഷൻസും ലിവർപൂളിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് എല്ലാ സോഴ്സുകളിലും വാർത്തകൾ വരുന്നു. ബ്രോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിറ്റിനെ പറ്റിയിട്ടാണ്. സിറ്റിയുടെ ഫിഫ വേൾഡ് കപ്പിലെ കളിയൊക്കെ കണ്ടു, പക്ഷെ അവർ പുറത്തുപോയി. പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ ലാസ്റ്റ് സീസൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റീബിൽഡിലേക്ക് പോയിട്ടുണ്ട്. എസ്പെഷ്യലി മിഡ്ഫീൽഡിലേക്ക് റേഞ്ചേഴ്സ് വന്നു, റോഡ്രി തിരിച്ചു വന്നു. പക്ഷെ നമ്മൾ പണ്ട് 2013-14 സീസണിന് ശേഷം കണ്ടിട്ടുള്ള ആ ഒരു അപ്വേർഡ് ട്രെൻഡ്, ആ ഒരു ഫോം ഒന്നും ഇപ്പൊ സിറ്റിയിൽ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രീ സീസൺ ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമായിരിക്കും. എനിക്കൊന്ന് ഡോക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രോയുടെ അഭിപ്രായത്തിൽ സിറ്റിയുടെ സൈനിങ്സ് ഇനഫ് ആണോ, അല്ലെങ്കിൽ ഇനി വല്ലവരും ഒരു സൈൻ ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ടോ? ഇനഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇനഫ് ആണ്. മിഡ്ഫീൽഡിലോട്ട് റൈൻഡേഴ്സ് വന്നിട്ടുണ്ട്, ചെർക്കി വന്നിട്ടുണ്ട്, അപ് ഫ്രണ്ട് ഒമർ മർമൂഷ്, കുസനോ, ഇപ്പൊ ഡെൻസിൽ ഡംഫേഴ്സ്. ഐ തിങ്ക് ഡംഫേഴ്സിനെ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ കൂടെ കൊണ്ടിരുന്ന നല്ലതായിരിക്കും. മത്തേസിനോസ് മോശമല്ല, മത്തേസിനോസ് അത്യാവശ്യം കൊള്ളാവുന്ന ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഡംഫേഴ്സോ അല്ലെ ലിവറമെന്റോ ആണ് അബ്സല്യൂട്ട് ടാർഗറ്റ് വരുന്നു. സോ അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പ് പ്ലേയേഴ്സിനെ കൊണ്ടുവരുവാണെങ്കിൽ
മേ ബി ഗെയിം ചേഞ്ചർ ആയിരിക്കും. മേ ബി ആക്കെ, അക്കാഞ്ചി, സ്റ്റോൺസ് ഇവര് 3 പേരും ഫ്യൂച്ചർ ക്ലബിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ മേ ബി അവർ വൺ മോർ സെന്റർ ബാക്കിലോട്ട് പോകുന്ന അറിയത്തില്ല. ബട്ട് വിക്ടറിയോസും കുസനവും ഉണ്ട്. സോ ലൈറ്റ് നൂറിനെ കൊണ്ടുവന്നു. മേ ബി എ പ്രോപ്പർ റൈറ്റ് ബാക്ക്, അതായിരിക്കാം സിറ്റിക്ക് വേണ്ട ഒരേ ഒരു അഡീഷൻ. പിന്നെ അവര് വേറെ വല്ലതും ഡീലിലോ ടെൻഡർ ആവുകയാണെങ്കിൽ അത് അപ്ഗ്രേഡ് ആയിരിക്കും. അതായത് റോഡ്രിഗോയ്ക്ക് വേണ്ടി സിറ്റി ഡിസ്കസ് നടത്തിയെന്ന് ഫാബ്രിസോ കൺഫേം ആക്കി. ഫാബ്രിസോ കൺഫേം ചെയ്തു. ലിവർപൂൾ നടത്തി, ആർസണൽ നടത്തി, സിറ്റി നടത്തിയിട്ടുണ്ട്. ഈ 3 പ്രീമിയർ ലീഗ് ക്ലബും റോഡ്രിഗോയ്ക്ക് വേണ്ടി ടോക്സ് നടത്തിയിട്ടുണ്ട്. സോ മേ ബി റോഡ്രിഗോ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത്. സിറ്റി ചിലപ്പോൾ ഡോക്കുവിനേക്കാൾ ഒരു മച്ച് ബിഗർ അപ്ഗ്രേഡ് ആണ്. സോ മേ ബി സിറ്റി വെച്ച് നമുക്ക് റോഡ്രിഗോ ഡീലോ ടെൻഡർ ആവാൻ തീരുമാനിച്ചാൽ തേക്കാൻ ടെൻഡർ. അവർക്ക് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സോ അവർക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് വന്ന സ്ക്വാഡ് അത്യാവശ്യം ഓക്കെ ആണെന്നാണ് ഫൈനലൈസ് ആയി, അതോ സെറ്റ് ആയെന്നാണ് എന്റെ ഒരു ഇത്. മേ ബി ഇങ്ങനെ റോഡ്രിഗോ ഓപ്ഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ സിറ്റി അത് ചാടി വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു അപ്ഗ്രേഡ് ആണ്, ഡോക്കുവിനേക്കാൾ ഒരു മച്ച് ബിഗർ അപ്ഗ്രേഡ് ആണ്. സോ സിറ്റി ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവന്നതിനാൽ പിന്നെ പൊസിഷൻസിലുള്ള ഒരു അപ്ഗ്രേഡ് അതേ ഉള്ളൂ. അല്ലാതെ വലിയ പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പെപ് ഗാർഡിയോള. ഈ സീസണിൽ സിറ്റിയുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പെപ് ഗാർഡിയോളയുടെ മെന്റാലിറ്റി, പെപ് ഗാർഡിയോളയുടെ മൂഡ് പോലെ ഇരിക്കും. അതാണ് എനിക്ക്. അതെ, പുള്ളി എനിക്കൊന്ന് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള സീസണിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും നോക്കാം ബ്രോ. ഈ വീക്കെൻഡിൽ ഫൈനൽ നടക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. ബൈ ബ്രോ. ബൈ ബ്രോ. ടേക്ക് കെയർ. താങ്ക് യു.